ബാലരാമപുരത്ത് കുഞ്ഞിനെ കൊന്നത് അമ്മാവനെന്ന് സൂചന. വിശദമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. Today's headlines brought to you by Sigtron panel lights. Simply exceptional. ബ്രൂവറി ഇടപാടിൽ അഴിമതി ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. ഡൽഹി മദ്യനയ അഴിമതി കേസ് പ്രതി കെ കവിത കേരളത്തിൽ വന്നത് എന്തിനെന്ന് സതീശൻ. ഡൽഹി മദ്യനയ കേസിൽ കവിത MP അവരും പ്രതിയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കും. മദ്യനയം മാറ്റിയത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയെന്ന് രമേശ് ചെന്നിത്തല. CBI അന്വേഷണം വേണമെന്ന് VK ശ്രീകണ്ഠൻ. LDF-ൽ അതൃപ്തി പുകയുന്നു. കൂടിയാലോചന നടന്നില്ലെന്ന് RJD. UDF പ്രവേശനത്തിനുള്ള ആദ്യ കടമ്പ കടന്ന് PV അൻവർ. പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയിൽ പങ്കാളിയായി. UDF പ്രവേശനത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് VD സതീശൻ. ഉചിതമായ ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല, എല്ലാം ഓപ്പണാണ്. അൻവർ മുന്നണി വിട്ടതിന് പിന്നാലെ ആദ്യ ഭരണമാറ്റം പനമരം പഞ്ചായത്തിൽ. തൃണമൂൽ പിന്തുണയോടെ UDF ഭരണം പിടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒഴിക്കാൻ മുഖ്യമന്ത്രി RSS നീക്കമെന്ന് അൻവർ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ. 9 സ്കോളർഷിപ്പുകളുടെ തുക 50% വെട്ടിക്കുറച്ചു. പണം പോയത് ജോസഫ് മുണ്ടശ്ശേരി, അബ്ദുൽ കലാം, മദർ തെരേസ സ്കോളർഷിപ്പുകൾക്ക്. സിവിൽ സർവീസ് UGC പരീക്ഷാ പരിശീലനത്തിനുള്ള ഫണ്ടും പകുതിയാക്കി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കാർണവർ വധക്കേസ് പ്രതി ഷെറിന്റെ അതിവേഗ ജയിൽ മോചനത്തിന് പിന്നിൽ ഉന്നത ഇടപെടലെന്ന സംശയം ബലപ്പെടുത്തുന്നു. ആരോപണം കടുപ്പിച്ച് കാർണവരുടെ ബന്ധു. ഷെറിന് മാത്രം പരിഗണന നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അനന്തരവൻ അനിൽ ഓണംവിളി. രാവിലെ മുതലേ മാധ്യമങ്ങളിലൂടെ VIP പരിഗണന കിട്ടണമെങ്കിൽ അതുപോലെ ഉന്നത ബന്ധം ഉണ്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് സംശയമാണ്. കേരള ചരിത്രത്തിൽ ഒരു പ്രതിക്കും ഇത്രയും പരോൾ ലഭിച്ചില്ലെന്നും കുടുംബം. ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയ്ക്ക് നേരെ നടന്നത് വധശ്രമം. മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും ഷാൾ മുറിച്ച കത്തിയും കണ്ടെത്തി. പ്രതി പോയത് കുട്ടി മരിച്ചെന്ന് കരുതി. പ്രതി അനൂപുമായി തെളിവെടുപ്പ്. പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നുവെന്ന് അനൂപിന്റെ മൊഴി. രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച EP ജയരാജന്റെ പുസ്തക കേസ് അന്വേഷണം അവസാനിപ്പിച്ചു. DC ബുക്സ് മുൻ എഡിറ്റർ ശ്രീകുമാർ ഏകപ്രതി. കുറ്റപത്രം ഉടൻ നൽകും. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം. എഴുതാത്ത പുസ്തകം പുറത്തിറക്കിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന EP-യുടെ വാദത്തിൽ അന്വേഷണമില്ല. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കൊന്നത് അമ്മാവൻ. ദേവേന്ദുവിനെ അമ്മാവൻ ഹരികുമാർ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന് കുറ്റം സമ്മതിച്ചു. നിരന്തരം നിത്യേന ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്ന ആളാണ് എന്നുള്ള ചില വിവരങ്ങളൊക്കെ ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു കാലത്ത് ലഭിച്ചിരുന്നു. പക്ഷേ ഇത് അമ്മാവൻ മാത്രമല്ല, ആ വീട്ടിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ തന്നെയാണ് പറയുന്നത്. ചില മോറൽ സൈഡുകളും പോലീസ് പറയുന്നുണ്ട്. ചില സദാചാര സൈഡുകൾ അല്ലെങ്കിൽ ചില സദാചാര സാഹചര്യങ്ങളൊക്കെ നാട്ടുകാരും ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഈ കേസിന് ആക്കം കൂട്ടിയിരുന്നു. അപ്പോൾ ആ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല തരത്തിലുള്ള മോറൽ സൈഡ് പുറത്തു വന്നതോടുകൂടി പോലീസ് മറ്റെവിടേക്കും പോകാതെ ഇവരെ തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് ഇവരിലേക്ക് എത്തിയത്. എന്തായാലും ഇതിനകത്ത് പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതി ആർക്ക് വേണ്ടി ഈ കൃത്യം ചെയ്തു, എന്തിനു വേണ്ടി ഈ കൃത്യം ചെയ്തു, എപ്പോൾ ചെയ്തു, എങ്ങനെയായിരുന്നു ചെയ്തത്, ആരുടെയൊക്കെ സഹായം ലഭിച്ചു, ഇനി അക്കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും അത് ഉടൻ തന്നെ പോലീസിന് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പോലീസ് അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലീസ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തത വരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊഴികളിലെ വൈരുദ്ധ്യം അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൊഴികൾ ഷീജ പറഞ്ഞതുപോലെ അല്പസമയത്തിനകം തന്നെ പോലീസ് മാധ്യമങ്ങളെ കണ്ട് ഈ വിവരങ്ങൾ വിശദീകരിക്കും. എന്താണ് കൊലയ്ക്കുള്ള മോട്ടീവ്, എന്താണ്, ആർക്ക് വേണ്ടി ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ കുറ്റം കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ സംബന്ധിച്ച സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും പോലീസ് ഔദ്യോഗികമായ വിവരങ്ങൾ
കൈമാറുക. ഇപ്പോൾ അറിയുന്നത് പ്രകാരം കുഞ്ഞിനെ കൊന്നത് അമ്മാവൻ ഹരികുമാർ തന്നെയാണ്. അതിന് ആര് കൂട്ടുനിന്നു, അമ്മ കൂട്ടുനിന്നു എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളത് ഇനി വേണം അറിയാൻ. മറ്റൊന്ന്, ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു. അതിന്റെ പുറത്താണോ ഈ കൊലപാതകം നടത്തിയത് എന്നത് അന്വേഷിക്കണം. കുടുംബ പ്രശ്നമാണോ കാരണമെന്ന് അന്വേഷിക്കണം. ഈ കുഞ്ഞിന്റെ അച്ഛന്റെ തലയിലേക്ക് ഈ കൊലപാതക കേസ് ഇടാൻ വേണ്ടി ചെയ്തതാണോ, അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയാണോ ഇത് ചെയ്തത് എന്നത് അന്വേഷിക്കണം. അപ്പോഴും ഈ 2 വയസ്സുള്ള കുഞ്ഞ് എന്ത് പിഴച്ചു എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എന്തിന് ചെയ്തു എന്നതിലേക്ക് കൃത്യമായിട്ട് എത്തിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുഞ്ഞിനെ കൊന്നത് അമ്മാവൻ ഹരികുമാർ തന്നെയാണ്. ബാലരാമപുരത്ത് കോട്ടുകാൽ കോണത്താണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ നമുക്കറിയാം, കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയാണെന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അമ്മ ആദ്യം പറയുന്നു തന്റെ കൂടെ, അമ്മാവന്റെ കൂടെ, അച്ഛന്റെ കൂടെ എന്നൊക്കെ മാറ്റി മാറ്റി പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ ബന്ധുക്കൾ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നത് പോലീസിന് തുടക്കം മുതലേ തന്നെ ഉറപ്പായിരുന്നു. അങ്ങനെയാണ് 3 പേരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഈ കുഞ്ഞിന്റെ അമ്മയെയും അച്ഛനെയും അമ്മയുടെ സഹോദരനെയും അമ്മാവനെയുമാണ് ചോദ്യം ചെയ്തത്. അതിൽ നിന്നാണ് ഇപ്പോൾ അമ്മാവൻ കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടുകാർ തന്നെ 2 ദിവസം മുൻപ് 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായിട്ടൊക്കെ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ അന്നും ഈ സമാനമായ നിലയിൽ പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതുകൊണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റുള്ളതൊക്കെ നാട്ടുകാരുടെ ആരോപണങ്ങളാണ്. അതിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ടാവും. ഈ സംഭവം നടന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളുണ്ടാവും. അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ എന്തിനു കൊന്നു എന്നത് വലിയ ചോദ്യമാണ്. അതിനുള്ള ഉത്തരം അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും എന്നാണ് കരുതുന്നത്. ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഷിജോ, ഞാൻ നേരത്തെ ചോദിച്ചു വന്നത്, ഇതിലിപ്പോ അതായത് ഈ 2 വയസ്സുള്ള കുഞ്ഞിലേക്ക് ഇത്രയും വൈരാഗ്യമില്ലെങ്കിൽ ദേഷ്യം വരാനുള്ള കാരണം, ഒന്ന്, ഇയാൾ ലഹരിക്ക് അടിമയായിരിക്കണം. രാവിലെ കുഞ്ഞ് കരഞ്ഞത് കേട്ടു എന്ന് പറയുന്നു. ആ കരച്ചിലിന് ശേഷം ശബ്ദം കേട്ടില്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ദേഷ്യം കൊണ്ടൊക്കെ ആകുമോ കൊണ്ടുപോയി കിണറ്റിൽ വലിച്ചെറിഞ്ഞത്? തന്നെ എന്തിന് ഈ കൊലപാതകം ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഇനി വ്യക്തത പറയേണ്ടതായുണ്ട്. ഈ കൊലപാതകം നടത്തിയത് അമ്മാവനാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും ഇതെന്തിന് ചെയ്തു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ച് പോലീസ് തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. ഈ പറയുന്ന അമ്മാവൻ ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി കുറ്റസമ്മതം നടത്തിയ സ്ഥിതിക്ക് പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ചോദിച്ചതുപോലെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം ആദ്യം മുതൽ തന്നെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് ഈ കസ്റ്റഡിയിലെടുത്ത 4 ആളുകളും പറഞ്ഞിരുന്നത്. ആദ്യം ഈ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ സമയം മുതൽ തന്നെ ആദ്യം പോലീസ് ചോദ്യം ചെയ്തത് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയാണ്. ശ്രീധു പറയുന്നത് കുഞ്ഞ് തന്റെ കൂടെയാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. അതിനുശേഷം പുലർച്ചെ 3:30 താൻ എഴുന്നേറ്റതിനു ശേഷം അച്ഛന്റെ അടുക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കിടത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അതിനുശേഷം താൻ തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ അങ്ങനെയാണ് ശ്രീധുവിന്റെ മൊഴി. അതിന് പിന്നാലെയാണ് അച്ഛൻ ശ്രീജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തത്. അപ്പോൾ ശ്രീധു പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് ശ്രീജിത്ത് ചെയ്യുന്നത്. കാരണം താൻ അങ്ങനെ സ്ഥിരം വീട്ടിൽ വന്നു പോകുന്നയാളല്ല. ഇന്നലെയാണ് വീട്ടിലേക്ക് വന്നത്. കുഞ്ഞ് തന്റെ കൂടെയല്ല കിടന്നിരുന്നത്, അമ്മാവന്റെ കൂടെയാണ് കിടന്നിരുന്നത് എന്നുള്ള മൊഴിയാണ് അച്ഛൻ ശ്രീജിത്ത് പോലീസ് നൽകിയത്. എന്നാൽ അമ്മയും അച്ഛനും പറയുന്ന വാദത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് അമ്മാവൻ ഹരികുമാർ ചെയ്തത്. തന്റെ കൂടെ കുഞ്ഞ് കിടന്നിട്ടില്ല, താൻ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി വീട്ടിലേക്ക് വരുന്നു, മറ്റ് അസ്വാഭാവികമായിട്ടൊന്നും വീട്ടിൽ കാണാൻ കഴിയുന്നില്ല, അപ്പോൾ കുഞ്ഞ് തന്റെ കൂടെ അല്ല കിടന്നിരുന്നത്, മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ് കിടന്നിരുന്നത് എന്നുള്ള മൊഴിയാണ് അമ്മാവൻ ഹരികുമാർ പോലീസിന് നൽകിയത്. പിന്നീട് മുത്തശ്ശി പറഞ്ഞ കാര്യം, അതായത് മുത്തശ്ശി ശ്രീകല പറഞ്ഞത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ തന്നെയാണ് കിടന്നിരുന്നത്, അച്ഛന്റെ കൂടെ കുഞ്ഞ് കിടന്നുറങ്ങുന്നു, അതായത് 2.5 വയസ്സുള്ള മരിച്ച ദേവേന്ദു അച്ഛന്റെ കൂടെ കിടന്നുറങ്ങുന്നു. അതിന് പിന്നാലെ പാർവണേന്ദു അമ്മയുടെ കൂടെ നിലത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഇതാണ് മുത്തശ്ശിയുടെ മൊഴി. പക്ഷേ ഈ മൊഴികളെല്ലാം പരസ്പര വിരുദ്ധമായതോടുകൂടിയാണ് ഈ പോലീസ് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ 4 പേരെയും സ്റ്റേഷനിൽ വിളിച്ചിരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്ത് ഇപ്പോൾ ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്, എന്തിന് ഇത് ചെയ്തു നടക്കുമുള്ള കാര്യങ്ങൾ കൂടിയാണ് അറിയേണ്ടത്. ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായുണ്ട്. ആരുടെയാണ് സഹായം കിട്ടിയതെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അമ്മയുടെ സഹായത്തോടു കൂടിയാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും
ഉടൻ തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് ഉടൻ വ്യക്തത വരുത്തും. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടേക്ക് വന്നിരുന്നു. ഇതിനകത്ത് എന്തിനിവർ ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത്. ആ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് എന്തിനു ചെയ്തു എന്നുള്ളത് അറിയണം. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ രണ്ടാമത്തെ ഒരു പെൺകുഞ്ഞ് ജനിച്ചതിൽ ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ആൺകുട്ടിയാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിൽ, ശ്രീജിത്തും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ശ്രീജിത്തിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീധുവും ഹരികുമാറും കൂടി ചെയ്തതാണെന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ പോലീസ് തന്നെയാണ് ആ വിവരങ്ങൾ നൽകേണ്ടത്. എന്തായാലും ഇതിനകത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുത്താം. ധന്യ, ഇത് മാത്രമല്ല, ഈ ശ്രീധുവിന്റെ അമ്മ ഇതിനു മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കയർ കെട്ടിയതുമായിട്ട് നമുക്ക് വീണ്ടും സംശയം വരുന്നത്. 3 കയർ കെട്ടിയിരുന്നു. അപ്പൊ ഈ 3 പേർക്ക് ഈ സംഭവം അറിയാമായിരുന്നു. ഒരു പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നാടകീയമായിട്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. ഇല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അവരത് ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനമായിരിക്കാം. അത് പോലീസാണ് അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത്. പക്ഷേ ഈ ക്രൂരത, നേരത്തെ ഷിജോ പറഞ്ഞതുപോലെ 2 വയസ്സുള്ള കുഞ്ഞിനോട് ഇത്തരത്തിൽ, അത് പെൺകുട്ടിയായി ജനിച്ചു പോയതിൻ്റെതോ ഇല്ലെങ്കിൽ കുടുംബ പ്രശ്നമുള്ളതുകൊണ്ടോ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ടോ ആ കുഞ്ഞിന്റെ അടുത്ത് ഇത് കാണിക്കേണ്ടിയിരുന്നില്ല എന്നതാണ്. ഇനി ശിക്ഷാ നടപടികളിലേക്ക് അല്ലെങ്കിൽ പോലീസിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അറസ്റ്റ് എപ്പോഴായിരിക്കും രേഖപ്പെടുത്തുക, മറ്റൊന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടവും അതിന്റെ റിപ്പോർട്ട് വരുന്നത് എപ്പോഴായിരിക്കും, മറ്റ് നടപടികൾ എങ്ങനെയാണ് നടക്കുന്നത്? ധനിയ, പോലീസിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം പ്രതി കൺഫസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി പോലീസ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ടൊരു 3 മണിയോടുകൂടിയെങ്കിലും പൂർത്തിയാകും. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും ഈ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത്, ജീവനോടുകൂടിയാണോ ഈ കുഞ്ഞിനെ ആ കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞത്, എപ്പോഴാണ് ഈ സംഭവം നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം 3 മണിയോടുകൂടി പൂർത്തിയാകും. എന്തായാലും പോലീസ് പറയുന്ന വിവരങ്ങൾ, ഇതിന് പല മോറൽ സൈഡുകൾ പോലീസ് പറയുന്നുണ്ട്, പല തരത്തിലുള്ള മോറൽ സൈഡുകൾ പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അത് പോലീസ് തന്നെ പറയുന്നതാണ് ഉചിതം. നമുക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ചില കാര്യങ്ങൾ നമുക്കായിട്ട് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അത് പോലീസ് തന്നെ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇവർ എന്തിനാ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി, അപ്പോൾ സഹോദരനും സഹോദരിയും തമ്മിൽ ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ മറ്റ് വശങ്ങൾ പോലീസാണ് നൽകേണ്ടത്. അപ്പോൾ സ്വന്തം സഹോദരന് താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അമ്മ സ്വന്തം സഹോദരന് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ഇനി അറിയേണ്ടത്. അക്കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കും. എന്തായാലും ഉടൻ തന്നെ പോലീസ് മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അല്ലെ? വളരെ ഈസി ആയിട്ട് കുറച്ചുകൂടെ വേഗത്തിൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു കേസായിരുന്നു. കാരണം പ്രതികളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടും സാഹചര്യ തെളിവുകളും സാക്ഷികളും മറ്റു മൊഴികളും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ പോലീസിന് കുറച്ചുകൂടി ഈസി ആയിരുന്നു അല്ലെ മറ്റ് കേസുകളെ വെച്ച് നോക്കുമ്പോൾ? അതെ, പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ കേസിലേക്ക് എത്താൻ കഴിഞ്ഞു. ഈ കേസിന്റെ എല്ലാ വശങ്ങളും തുടക്കം മുതൽ ഇപ്പോൾ ഈ ഒരു ഘട്ടം വരെയുള്ള എല്ലാ വശങ്ങളും, എല്ലാ മെറിറ്റുകളും കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് കണ്ടെത്തിക്കൊണ്ട് സാഹചര്യ തെളിവുകളും മറ്റ് ദൃക്സാക്ഷി മൊഴികളും അല്ലെങ്കിൽ സമീപവാസികളുടെ പ്രതികരണങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു തരത്തിലുമുള്ള ഒരു പഴുത് നൽകാൻ പോലീസ് ഇതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വളരെ കൃത്യമായിട്ട് സമർത്ഥമായിട്ട് പോലീസ് ഇത് അന്വേഷിച്ച് ഇതിന്റെ എല്ലാ പഴുതും മൂലകളിലേക്കും പോലീസ് ഇറങ്ങിച്ചെന്ന് എത്രയും വേഗം കണ്ടെത്താൻ പറ്റുമോ അത്രയും വേഗത്തിലേക്ക് പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു തരത്തിലും ഒരാളെ പോലും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇവർ ഈ കൺഫസ് ചെയ്യുമ്പോൾ ഈ കൺഫസ് ചെയ്തത് എന്തിനാണെന്ന് കൂടിയാണ് അറിയേണ്ടത്. കാരണം ഒരാൾ കുറ്റസമ്മതം നടത്തുന്നു, ആ കുറ്റസമ്മതം നടത്തുന്നതിനകത്ത് പിന്നിലെ ലക്ഷ്യം എന്താണ്, ഇത് ആർക്ക് വേണ്ടി ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, ഇവർ ഈ ആങ്ങളെയും പെങ്ങളും ഈ കാര്യങ്ങൾ, ഈ കൊലപാതകം നടത്താൻ എല്ലാ സഹായങ്ങളും ചെയ്തു നടന്നത് പെങ്ങളാണെന്ന് പറയുമ്പോൾ, ആങ്ങളെ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് ഇനി കണ്ടെത്തേണ്ടതായുണ്ട്. ആ കാര്യങ്ങൾ പോലീസ് തന്നെ വിശദീകരിക്കും. എന്നാലും കുറച്ച് സമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഏത് രീതിയിലേക്ക് കൊലപാതകം നടന്നു, എങ്ങനെ പോലീസ് പ്രതിയിലേക്ക് എത്തി, എന്തിന് പ്രതികൾ അല്ലെങ്കിൽ എന്തിനാ ഇവർ ഈ കൃത്യം നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ച് സമയത്തിനകം നമുക്ക് കൂടുതൽ
വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയും. തന്നെയാണ് ഈ കുഞ്ഞിന്റെ ഫാദറിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഈ ശ്രീജിത്തിന് ഇതിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലെന്നാണോ പോലീസ് പറയുന്നത്? അതിനെ അങ്ങനെ പോലീസ് പറയുന്നില്ല. അതിനകത്ത് 4 പേര് നിലവിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുണ്ട്. കുഞ്ഞിന്റെ അമ്മ ശ്രീതു, അമ്മാവൻ ഹരികുമാർ, മുത്തശ്ശി ശ്രീകല, അച്ഛൻ ശ്രീജിത്ത്, ഈ പറയുന്ന 4 പേരും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇപ്പോൾ അമ്മാവൻ കൺഫസ് ചെയ്തു, കുറ്റസമ്മതം നടത്തിയെന്ന് പറയുമ്പോൾ പോലും പോലീസ് മറ്റുള്ളവർ പൂർണ്ണമായിട്ടും അങ്ങ് നിരപരാധികളാണ്, അവർക്കിതൊന്നും അറിയില്ല എന്ന് പോലീസ് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ മൊഴികളുണ്ട്, കാരണം അവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പല കാര്യങ്ങളുണ്ട്. ഇതിന്റെ നേരത്തെ എന്തൊക്കെ സംഭവിച്ചു അതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായുണ്ട്. അപ്പോൾ അമ്മാവൻ കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്നത് കൊണ്ട് മറ്റുള്ളവരൊക്കെ നിരപരാധികളാണ് എന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. അവരുടെ മൊഴികൾ കൂടി അറിയേണ്ടതുണ്ട്. അവരെ കൂടി, അവരുടെ എല്ലാ വശങ്ങളും കൂടി പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായുണ്ട്. അപ്പോൾ അവരെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. നേരത്തെ മുത്തശ്ശി ശ്രീകലനെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു, മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഇപ്പോഴും അവരവിടെയുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നേരത്തെ ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തർക്കം, ഈ പറയുന്ന 4 ആളുകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ ഒരു അടിപിടിയോ അല്ലെങ്കിൽ ചീത്തവിളിയോ ഒക്കെ ആ വീട്ടിൽ നടന്നിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ പോലീസിന് അറിയണം. പിന്നെ എന്തിന് ആ ഷെഡിൽ ഒരു ഹാങ് ചെയ്യാനുള്ള ആത്മഹത്യാ ശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്തിന് അവിടെ കയർ അങ്ങനെ കുരുക്കിയിട്ടു? 3 കയറുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 3 കയറുകൾ എന്തിന് അവിടെ അങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്താൻ വേണ്ടിയുള്ള രീതിയിൽ എന്തിന് ആ കയറുകൾ അവിടെ ഹാങ് ചെയ്തിട്ടു എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായുണ്ട്. കട്ടില് എങ്ങനെ കത്തി, അത് ആര് കത്തിച്ചു, എപ്പോൾ കത്തി, ഇതൊക്കെ അറിയേണ്ടതായുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പോലീസ് തന്നെ വിശദീകരണം നൽകും. എന്തായാലും ഈ രാവിലെ മുതൽ ഈ സ്റ്റേഷനിലേക്ക് വന്ന ഈ മരിച്ച ദേവേന്ദുവിന്റെ അച്ഛനും അമ്മയും അമ്മാവനും എന്തിനാ കുഞ്ഞിനെ കൊന്നു എന്നുള്ള ചോദ്യമാണ്. അതിന് പോലീസ് അല്പസമയത്തിനകം തന്നെ മറുപടി നൽകും. ആരാണ് ഈ കൊലയിലേക്ക് നയിച്ച, അതിന്റെ മോട്ടീവ് എന്താണ്, ആരൊക്കെയാണ് ഇതിന് സഹായിച്ചിരിക്കുന്നത്, ഇയാൾ ഒറ്റയ്ക്കാണോ ചെയ്തിരിക്കുന്നത്, ചെയ്യാനുണ്ടായ കാരണം, ഇതെല്ലാം അല്പസമയത്തിനകം പോലീസ് വിശദീകരിക്കും. ബ്രൂവറി വിവാദം വിടാതെ സർക്കാരിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷം. മദ്യനയ അഴിമതി കേസിൽപ്പെട്ട BRS നേതാവ് കെ കവിത കേരളത്തിൽ വന്നിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കവിത എവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് മദ്യനിർമ്മാണശാല അനുവദിച്ചതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. സർക്കാരിന്റെ മദ്യനയം മാറുന്നതിന് മുമ്പ് ഒയാസിസ് കമ്പനി പാലക്കാട് സ്ഥലം വാങ്ങി. മദ്യനയം മാറുമെന്ന് ഒയാസിസ് കമ്പനി എങ്ങനെ അറിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. ഇതിന് പിന്നിൽ നടന്ന ഇടപാടുകൾ ദുരൂഹമാണ്. മദ്യനയ കേസിൽപ്പെട്ട BRS നേതാവ് കവിത കേരളത്തിൽ വന്നിരുന്നുവെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നത്. കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചു. ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. മഴവെള്ള സംഭരണി അപ്രായോഗികമാണെന്നും പിന്നെ എങ്ങനെ മദ്യമുണ്ടാക്കാൻ ജലമെത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നത്, മദ്യകമ്പനികളുമായി ചർച്ച നടത്താനല്ലെന്നും MP രാജേഷിന് രമേശ് ചെന്നിത്തല മറുപടി നൽകി. MP രാജേഷ് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ ഘടകകക്ഷികൾ പോലും എതിർക്കുമ്പോൾ ആ ജാള്യത മറച്ചുവെക്കാനാണ് മറ്റുള്ളവരുടെ പേരിൽ ആവശ്യമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആരും ഒരു മദ്യക്കമ്പനിയുടെ ഏജന്റുമാരല്ല. മദ്യനിർമ്മാണശാലയ്ക്ക് CPI കൂട്ടുനിൽക്കുമെന്ന് കരുതിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. PV അൻവർ ആദ്യമായി UDF വേദിയിലെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയുടെ എടക്കരയിലെ പരിപാടിയിലാണ് PV അൻവർ എത്തിയത്. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയുടെ നിലമ്പൂർ എടക്കരയിലെ പരിപാടിയിലാണ് PV അൻവർ പങ്കെടുത്തത്. UDF പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കെയാണ് PV അൻവർ ആദ്യമായി UDF വേദിയിലെത്തിയത്. വന്യമൃഗാക്രമണങ്ങളുടെ ഗൗരവം അറിയാത്തവർ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും മാത്രമാണെന്ന് PV അൻവർ മലയോര സമരയാത്രാവേദിയിൽ പറഞ്ഞു. വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാള് 10-75 വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു. മലയോര സമരയാത്രയിൽ പങ്കെടുക്കാൻ PV അൻവർ പ്രതിപക്ഷ നേതാവിനെ കണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിപാടിയിലേക്കുള്ള UDF ക്ഷണം. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇന്നലെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലും PV അൻവർ പങ്കെടുത്തിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ RSSുമായി ധാരണ നടത്തിയെന്നും
PV അൻവർ ആരോപിച്ചു. ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. RSSന്റെ സഹായത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ വലിയ ശ്രമവും ചർച്ചയും നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം. വയനാട് പനമരം പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. LDF വിട്ട് തൃണമൂലിൽ ചേർന്ന സ്വതന്ത്ര മെമ്പർ UDFന് പിന്തുണ നൽകി. 11ാം വാർഡ് അംഗം ബെന്നി ചെറിയാനാണ് തൃണമൂലിൽ ചേർന്നത്. UDFന് വോട്ട് ചെയ്തത്. തൃണമൂൽ പിന്തുണയിൽ UDF ഭരണം പിടിക്കുന്ന ആദ്യ പഞ്ചായത്തായി പനമരം. LDF വിട്ട് തൃണമൂലിൽ ചേർന്ന ബെന്നി ചെറിയാൻ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് പഞ്ചായത്തിലെ ഭരണമാറ്റം. ആകെ 23 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ BJPക്ക് 1ഉം LDFനും UDFനും 11 വീതവുമാണ് അംഗങ്ങൾ. BJP അംഗം വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിൽ ബെന്നി UDFന് വോട്ട് ചെയ്തതോടെ 12-നെതിരെ 10 വോട്ടുകൾക്കാണ് UDFന്റെ വിജയം. എല്ലാ നേതൃത്വങ്ങൾക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജനങ്ങളാണ് നമ്മളെ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നത്. ആ ജനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള നമ്മുടെ കഴിവിന്റെ പരമാവധി എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. പാർട്ടി നേതാവ് PV അൻവറിന്റെ നിർദ്ദേശം അനുസരിക്കുക മാത്രമായിരുന്നു താനെന്ന് ബെന്നി ചെറിയാൻ പ്രതികരിച്ചു. ഇവിടെ സംസ്ഥാന കൺവീനർ ശ്രീ PV അൻവർ അദ്ദേഹം അങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും അവരെ പിന്തുണയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ തീരുമാനപ്രകാരമാണ് ഇത് UDFന് വോട്ട് ചെയ്തത്. JDS അംഗമായിരുന്ന ബെന്നി ചെറിയാൻ അവിശ്വാസ പ്രമേയത്തിൽ UDFന് പിന്തുണച്ചതോടെയാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFന് നഷ്ടമായതും പ്രസിഡന്റായിരുന്ന PM ആസിയക്ക് കസേര ഒഴിയേണ്ടി വന്നതും. പിന്നാലെ പനമരം ടൗണിൽ വെച്ച് ബെന്നി ചെറിയാൻ CPM പ്രവർത്തകരുടെ മർദ്ദനത്തിനിരയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ PV അൻവറിന്റെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. ടി അനീസ് അലി, മീഡിയ 1 വയനാട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ. ജോസഫ് മുണ്ടശ്ശേരി, APJ അബ്ദുൽ കലാം, മദർ തെരേസ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ 9 ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഫണ്ട് പകുതിയായാണ് കുറച്ചത്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി നടത്തിപ്പും ഇഴഞ്ഞു നീങ്ങുകയാണ്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. സ്കൂൾ തലം മുതൽ PG വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ വീതം ലഭിക്കുന്ന മദർ തെരേസ സ്കോളർഷിപ്പ്, CI ICW വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുടങ്ങി 9 പദ്ധതികളുടെ ഫണ്ടാണ് 50% വെട്ടിക്കുറച്ചത്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ധനസഹായവും സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നടത്തുന്നവർക്ക് 30,000 രൂപ ലഭിക്കുന്ന പദ്ധതിയും വെട്ടിക്കുറച്ചവയിൽപ്പെടും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആദ്യം കൈവയ്ക്കേണ്ടത് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിലാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടക്കുന്ന പദ്ധതികളുടെ നിർവഹണവും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ആസൂത്രണ കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇതുവരെ ഈ ഇനത്തിൽ 2.69% മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ. ക്രിസ്ത്യൻ, മുസ്ലിം അടക്കം ന്യൂനപക്ഷ വിഭാഗത്തിലെ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള സ്കോളർഷിപ്പ് നടത്തിപ്പാണ് ഇതോടെ അനിശ്ചിതത്തിലായത്. അപേക്ഷ അംഗീകരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പോലും സ്കോളർഷിപ്പ് ലഭിക്കാത്ത അവസ്ഥ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് ഉറപ്പ്. നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസിലെ 1-ാം പ്രതി ഷെറിന്റെ ജയിൽ മോചനത്തിൽ മന്ത്രിതലത്തിൽ നിന്നുൾപ്പെടെ ഇടപെടലുണ്ടായതായി സംശയിക്കുന്നുണ്ടെന്ന് ഭാസ്കരക്കാരനവരുടെ ബന്ധു. ഷെറിന്റെ ജയിൽ മോചനം കുറ്റവാളികൾക്ക് പ്രേരണയാകുമെന്നും അനിൽ ഓണംപിള്ളിൽ പറഞ്ഞു. 2009 നവംബർ 7-നാണ് ഷെറിന്റെ ഭർതൃപിതാവ് കൂടിയായ കാരണവർ വില്ലയിൽ ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടത്. മരുമകൾ ഷെറിൻ 1-ാം പ്രതിയും ഷെറിന്റെ കാമുകന്മാർ കൊലപാതകത്തിൽ കൂട്ടുപ്രതികളുമായിരുന്നു. മാവേലിക്കര അതിവേഗ കോടതിയാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവെച്ചു. ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 14 വർഷമായി ജയിലിലായിരുന്ന ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള തീരുമാനത്തിനു പിന്നിൽ ഉന്നത തലത്തിൽ നിന്ന് ഇടപെടലുണ്ടായതാണെന്നാണ് ഭാസ്കരക്കാരനവരുടെ ബന്ധുവായ അനിൽ ഓണംപള്ളിയുടെ ആരോപണം. ഷെറിൻ ഇത്രയും ഒരു പരിഗണന കൊടുക്കുക, എന്ത് മാർഗം, ഏത് നിർദ്ദേശം, അത് കോടതി നിർദ്ദേശമാണോ, ഏത് നിയമവ്യവസ്ഥയാണോ എന്നാണ് എനിക്കറിയാം. ഷെറിന് ജയിലിൽ അമിത പരിഗണന ലഭിച്ചു. ഉന്നതതല ബന്ധമില്ലാതെ ഈ പരിഗണന ലഭിക്കില്ലെന്നും കാരണവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിയമപോരാട്ടത്തിനൊരുങ്ങുകയാണ് കുടുംബം. മീഡിയ 1 പത്തനംതിട്ട. രാജന്റെ ആത്മകഥാ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. അന്വേഷണ സംഘം കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ DC ബുക്സ് മുൻ എഡിറ്റർ AV ശ്രീകുമാർ മാത്രമാണ് പ്രതി. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മീഡിയ 1 എക്സ്ക്ലൂസീവ്.
രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഇ.പി. ജയരാജന്റെ പേരിലുള്ള പുസ്തക വിവാദത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. താൻ എഴുതിയതെന്ന പേരിൽ സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കിയ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇ.പി.യുടെ പരാതി. എന്നാൽ ഗൂഢാലോചനയിൽ ശ്രീകുമാർ ഒഴികെ മറ്റാർക്കും പങ്കില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസന്വേഷണം അവസാനിപ്പിച്ചത്. DC ബുക്സ് മുൻ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയായിരുന്ന AV ശ്രീകുമാർ മാത്രമാണ് കേസിലെ പ്രതി. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കില്ല. ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് വൈകാതെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. കോട്ടയം ഈസ്റ്റ് SHO ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. ഇ.പി.യുടെ കുറിപ്പുകൾ ദേശാഭിമാനി കണ്ണൂർ ലേഖകളിൽ നിന്നും പുസ്തകമാക്കാമെന്ന് പറഞ്ഞ് കൈപ്പറ്റി അപകീർത്തികരമായ രീതിയിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തി ശ്രീകുമാർ പ്രചരിപ്പിച്ചതായാണ് FIR. ശ്രീകുമാറിനെ വിവാദങ്ങൾക്ക് പിന്നാലെ DC ബുക്സ് സസ്പെൻഡ് ചെയ്തിരുന്നു. ജോസി ബാബു, മീഡിയ 1, കോട്ടയം. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് കേസ്. പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പിനൊരുങ്ങുകയാണ് പോലീസ്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതിയുമായി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പദ്ധതി. പോത്തുണ്ടിയിൽ നടന്ന കുറ്റകൃത്യം പുനരാവിഷ്കരിക്കും. നാട്ടുകാർ രോഷാകുലരാകുന്നത് മുൻകൂട്ടി കണ്ട കനത്ത സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തും. പ്രതിയുടെ രഹസ്യ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. പ്രോസിക്യൂട്ടറുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനം. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന പ്രതി പലപ്പോഴും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ കുറ്റം ചെയ്തുവെന്ന് സമ്മതിക്കുകയും തന്നെ 100 വർഷം ജയിലിലിടാനും മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അതിനിടെ ചെന്താമരയെ പിടികൂടിയപ്പോൾ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു. പൊതുമുതൽ നശിപ്പിച്ചതിന് PDPP ആക്ട് പ്രകാരമാണ് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത്. സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച ജനങ്ങൾ ഗേറ്റും മതിലും തകർത്തിരുന്നു. എന്നാൽ പ്രതിയെ തിരയുന്നതിന് ഉൾപ്പെടെ പോലീസിനെ സഹായിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്തതിലും പ്രതിഷേധം വ്യാപകമാണ്. മീഡിയ 1, പാലക്കാട്. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളി തർക്കത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. 6 പള്ളികൾ ജില്ലാ കലക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഉത്തരവാണ് കോടതി റദ്ദാക്കിയത്. കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, പള്ളി തർക്കത്തിൽ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ നിരീക്ഷണം? ധന്യ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത് 6 പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്നായിരുന്നു. അതായത് 2017 സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള നടപടിയാണ് ഹൈക്കോടതി മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന്, യാക്കോബായ വിഭാഗം പള്ളികൾ കൈമാറണം എന്നുള്ള വിധി അത് നടപ്പാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് 6 പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അറിയിച്ചത്. പക്ഷേ ഈ തരത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വന്ന് അവർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിലുള്ള ഒരു വിഷയം സർക്കാരിന് നേരിട്ട് ഏറ്റെടുക്കാൻ ആവില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇതോടുകൂടിയാണ് അതിന് നേരത്തെ സുപ്രീം കോടതി സ്റ്റേ നൽകിയത്. അതിനുശേഷം ഇപ്പോൾ ഇനി ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ച് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. ഇനി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ പ്രധാനമായും ഇനി ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കാം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശത്തോടുകൂടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ വിഷയം ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്നേക്ക് 77 വർഷം. രാവിലെ രാജ്ഘട്ടിൽ പ്രാർത്ഥനാ സംഗമവും രക്തസാക്ഷി ദിനാചരണവും നടന്നു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രതിപക്ഷ നേതാവ് എന്നിവരും രാജ്ഘട്ടിൽ. സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രസ്താവനയോട് യോജിപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സലാം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാകും. സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും സതീശൻ പറഞ്ഞു. വ്യക്തിപരമായി പറഞ്ഞായിരിക്കും. ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. നോ കോംപ്രമൈസ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും. അതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാടല്ല. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. ചെന്നൈയിൻ FC-യാണ് എതിരാളികൾ. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. 21 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്തും 18 പോയിന്റുള്ള ചെന്നൈയിൻ FC 10ാം സ്ഥാനത്തുമാണ് നിലവിൽ.
രഞ്ജി ട്രോഫിയിൽ ബീഹാറിനെതിരെ കേരളത്തിന് 4 വിക്കറ്റുകൾ നഷ്ടമായി. അക്ഷയ് ചന്ദ്രൻ, രോഹൻ കുന്നുമൽ, ക്യാപ്റ്റൻ സച്ചിൻ ബേബി, ആനന്ദ് കൃഷ്ണൻ എന്നിവരുടെ വിക്കറ്റാണ് കേരളത്തിന് നഷ്ടമായത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കേരളം 4 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എന്ന നിലയിലാണ്. ഷോൺ റോജറും സൽമാൻ നിസാറുമാണ് ക്രീസിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. 22 കാരറ്റ് ഗ്രാമിന് 7,590 രൂപ, പവന് 60,720 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 6,285 രൂപ, പവന് 50,280 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ.